ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയോട് ടെലിഫോൺ സംഭാഷണത്തിനിടെയാണ് ഈ മാസം 9-ന് നടത്തിയ ആക്രമണത്തിൽ നെതന്യാഹു മാപ്പ് പറഞ്ഞത്. ഖത്തറിന്റെ പരമാധികാരത്തിനു മേലുള്ള ആക്രമണത്തിലും ഖത്തർ പൗരന്റെ മരണത്തിലും ബെഞ്ചമിൻ നെതന്യാഹു മാപ്പ് പറഞ്ഞു. ഇനിമേലിൽ ഖത്തറിനു നേരെ ആക്രമണം ആവർത്തിക്കില്ലെന്നും നെതന്യാഹു ഉറപ്പു നൽകി. ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിൽ നിന്നാണ് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് മാപ്പ് പറഞ്ഞത്. ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനടക്കം 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. പലസ്തീൻ സമാധാന ചർച്ചകൾക്കായി എത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. UAE ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. ആഗോള ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവ് പ്രതിഫലിച്ചുകൊണ്ട് ഒക്ടോബർ 1 മുതൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലകളിൽ വർധനവുണ്ടാകും. UAE ഇന്ധനവില നിർണ്ണയ കമ്മിറ്റിയാണ് പുതിയ നിരക്കുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സെപ്റ്റംബറിലെ നിരക്കുകളേക്കാൾ ലിറ്ററിന് 7 മുതൽ 9 ഫിൽസ് വരെയാണ് വർധനവ് വന്നിരിക്കുന്നത്. വർദ്ധിച്ച വിലയനുസരിച്ച് സൂപ്പർ 98 പെട്രോളിന് 2 ദിർഹം 77 ഫിൽസ്. ഈ മാസം ഇത് 2 ദിർഹം 70 ഫിൽസുമായിരുന്നു. അതായത് 7 ഫിൽസ് വർധന വന്നിട്ടുണ്ട്. സ്പെഷ്യൽ 95 ലിറ്ററിന് 2 ദിർഹം 66 ഫിൽസും E+91-ന് 2 ദിർഹം 58 ഫിൽസും ഡീസൽ ലിറ്ററിന് 2 ദിർഹം 71 ഫിൽസും. ഈ മാസം ഡീസലിന് 2 ദിർഹം 66 ഫിൽസായിരുന്നു. 5 ഫിൽസിൽ വർധന. ദുബായിലെ പൊതു പാർക്കിംഗ് സൗകര്യങ്ങളുടെ പ്രധാന ദാതാക്കളായ പാർക്കിംഗ് കമ്പനി ദുബായ് സ്പോർട്സ് സിറ്റിയിലെ പ്രധാന കേന്ദ്രങ്ങളിലെ പാർക്കിംഗ് നടത്തിപ്പ് ചുമതല 10 വർഷത്തേക്ക് ഏറ്റെടുത്തു. ഈ കരാറിന്റെ ഭാഗമായി സ്പോർട്സ് സിറ്റിയിലാകെ 3100 പുതിയ പാർക്കിംഗ് സ്ഥലങ്ങൾ ഒരുങ്ങും. ഇതിൽ പാകിയ, പാകാത്ത, നിരപ്പായ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലുള്ള സൗകര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഈ വർഷം 4-ാം പാദത്തിൽ നിർമ്മാണം ആരംഭിച്ച് 2026-ലെ 4-ാം പാദത്തോടെ പദ്ധതി പൂർത്തിയാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. പുതിയ പാർക്കിംഗ് ഇടങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള സമയക്രമം പാർക്കിംഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടമായി 900 സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന പാഗ്യ വിഭാഗത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസം ആരംഭിക്കും. NTV UAE to the world.